മലയാളം പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ പാഠഭാഗം 1-2 തവണ എന്തായാലും വായിച്ചിരിക്കണം. ഓരോ പാഠത്തിൻ്റെയും ആശയങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ പാഠഭാഗങ്ങളും എഴുതിയ ആളുടെ പേരും കാണാതെ പഠിക്കണം. ഇത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ സഹായകമാവും. ആദ്യത്തെ 5 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റേതാണ്. ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് പാഠഭാഗങ്ങൾ ആവർത്തിച്ചു വായിച്ചില്ലെങ്കിൽ ഇതിലെ മാർക്ക് നഷ്ടപ്പെടും. പിന്നീട് വരുന്ന 3 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റേതാണ്. ഇതിൻ്റെ ഉത്തരങ്ങൾ 1-2 വരിയിൽ ഒതുക്കണം. പിന്നീട് 4 മാർക്കിൻ്റെ 6 ചോദ്യങ്ങളാണുള്ളത്. ഇതിൻ്റെ ഉത്തരങ്ങൾ അര പേജോളം ഉണ്ടായിരിക്കണം. അതുപോലെ 6 മാർക്കിൻ്റെ 3 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് ഏത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണോ ചോദ്യം വന്നിട്ടുള്ളത് ആ പാഠഭാഗത്തോട് ബന്ധിപ്പിച്ച് വേണം ഉത്തരം എഴുതാൻ. ഉദാഹരണത്തിന്, മലയാളത്തിലെ പ്രശസ്തനായ അല്ലെങ്കിൽ പ്രമുഖനായ കവി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലാണ് പാത്തുമ്മയുടെ ആട്. ഇതുപോലെ വേണം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി തുടങ്ങാൻ. ഈ ഒരു ഘടന ഉത്തരം എഴുതുന്നതിൽ പാലിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന സമയത്ത് 2 പാരഗ്രാഫ് ആക്കിയിട്ടും 6 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ 3 പാരഗ്രാഫ് ആക്കിയിട്ടും ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം. മാർജിനിൽ നിന്ന് അകന്ന് ഒരു വരിയുടെ നടുഭാഗത്തായിട്ട് പകുതി ഭാഗത്തായിട്ടായിരിക്കണം പാരഗ്രാഫ് തുടങ്ങേണ്ടത്. അർത്ഥമറിയാത്ത വാക്കുകൾ ഉപയോഗിക്കാനേ പാടില്ല. അർത്ഥമറിയാവുന്ന വാക്കുകൾ ഉപയോഗിച്ച് ലളിതമായ ഭാഷയിലായിരിക്കണം മലയാളത്തിന് ഉത്തരം എഴുതേണ്ടത്. പരമാവധി വൃത്തിയിൽ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കണം.